عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي واهد قلبي بحق سيدنا محمد صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانهر إن شانئك هو الأبتر. صدق الله العلي العظيم. وقال نبينا حبيبنا محمد صلى الله عليه وسلم: يا أبا بكر إن لكل قوم عيدا وهذا عيدنا. صدق رسول الله صلى الله عليه وسلم. وشبيهك بدر الليل بل أنت أنور ووجهك من ماء ملاحات يزهر وثلثك كافور وربعك أنبر وخمسك ياقوت وباقيك جوهر. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പരിശുദ്ധമായ ഈദുൽ അദ്ഹയുടെ ദിനത്തിൽ, ബലിപെരുന്നാൾ ദിനത്തിലാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും മഹ്ദിയായ ഹാജറ ബീവിയെയും അതുപോലെ തന്നെ അവിടുത്തെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. അവരുടെ ത്യാഗപൂർണമായ ജീവിതത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഉളുഹിയ്യത്ത് എന്ന ബലികർമ്മം നടത്തുന്നതും അതുപോലെ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിലൊന്നായ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ദുൽഹിജ്ജയുടെ 1 മുതൽ 10 ദിനങ്ങളിൽ നമ്മൾ ആത്മാർത്ഥമായി ഇബാദത്തെടുത്തവരാണ്. ഓരോ നിസ്കാരത്തിന് മുമ്പുള്ള സുന്നത്തുകളും അതിനുശേഷമുള്ള സുന്നത്തുകളും അതുപോലെ തന്നെ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുകയും ധാരാളമായി ദിക്റുകൾ ചൊല്ലുകയും നല്ല സ്വാലിഹായ അമലുകൾ ചെയ്യുകയും ചെയ്തിട്ടാണ് നമ്മൾ ഈ പള്ളിയിലേക്ക് വന്നിരിക്കുന്നത്. എന്താണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്, അഹബ്ബു ഇലല്ലാഹി, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങൾ, അത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ ചെയ്യുന്നതിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനങ്ങളാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. നമ്മൾ പരിശുദ്ധമായ റമദാനെ കുറിച്ച് പറയും. ആ റമദാനിൽ ഒരുപാട് അമലുകൾ ചെയ്യണം. ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർദിന്റെ കൂലിയാണ് എങ്ങനെയൊക്കെ പറയുമെങ്കിലും അല്ലാഹുവിനെ പകലുകളിൽ വെച്ച് പരിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞതാണ്. പകലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പകൽ എന്ന് പറയുന്നത് ഈ 365 ദിവസങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പകല് അത് ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിനങ്ങളാണ്. എന്നാൽ രാത്രികളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? അത് റമദാൻ മാസത്തിലെ ലൈലത്തുൽ ഖദറാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ആ അമലുകളെല്ലാം ചെയ്തതിന് ശേഷമാണ് ഈ പള്ളിയിലേക്ക് വന്നത്. ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട്, ഒരുപാട് അമലുകൾ ചെയ്തിട്ടുണ്ട്. ചില ആളുകൾ നോമ്പ് പിടിച്ചിട്ടുണ്ട്, ചില ആളുകൾ ധാരാളമായി സദഖ കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂല് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ മാസം അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ അമൽ ചെയ്യുന്നതിൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടവും താല്പര്യവുമുള്ള ദിവസങ്ങളാണ് ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിനങ്ങൾ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ആത്മീയമായ ഒരു ഊർജം നേടിയെടുത്തിട്ടാണ് നമ്മൾ ഈ പള്ളിയിലേക്ക് വന്നിരിക്കുന്നത്. ഇസ്ലാമിന്റെ 2 സന്തോഷങ്ങളായ ദിനങ്ങൾ, ആഘോഷ ദിനങ്ങൾ നമ്മളെന്നെടുത്ത് പരിശോധിച്ചു നോക്കൂ.
ഒന്നാമത്തെ ആഘോഷം ബലിപെരുന്നാളും പിന്നെ ചെറിയ പെരുന്നാളും. ഈ രണ്ട് ആഘോഷങ്ങളുടെയും അടിസ്ഥാനം എന്താണ്? ആരാധനയാണ്. റമദാനിൽ ഇബാദത്തെടുത്തതിന് ശേഷം അതിലൊരു റെസ്റ്റ് എടുക്കലാണ്, ഒരു സമാധാനം കണ്ടെത്തലാണ്, അതിൽ അല്ലാഹു നൽകുന്ന ഒരു സന്തോഷവേളയാണ് ചെറിയ പെരുന്നാൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഹജ്ജ്, ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായ ഹജ്ജ് കർമ്മം നിർവഹിച്ചതിന് ശേഷം ആ ഇബാദത്തുകളെല്ലാം എടുത്ത ഒരു വിശ്വാസിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്ന് സന്തോഷവാനാകാൻ വേണ്ടി, ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി അതിന് കൊടുക്കുന്ന ഒരു നല്ലൊരു അവസരമാണ് ബലിപെരുന്നാൾ എന്ന് പറയുന്നത്. ആ ബലിപെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? 1400 വർഷങ്ങൾക്കപ്പുറം മഹാനായ ഇബ്രാഹിം നബി അലൈഹി 4000 കൊല്ലങ്ങൾക്കപ്പുറം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, എന്റെ പൊന്നുമോനെ, നിന്നെ ബലിയറുക്കാനായി നിന്റെ പിതാവ് സ്വപ്നം കണ്ടിരിക്കുകയാണ് എന്ന് തന്റെ മകനോട് പറയുകയാണ്. ഏത് മകനോടാണ് പറയുന്നതെന്നറിയുമോ? 10, 11, 12, 13 വയസ്സ് മാത്രം പ്രായമുള്ള ആ ചെറിയ മകനെ വിളിച്ചുകൊണ്ടാണ് തന്റെ വാപ്പ പറയുന്നത്, മോനെ, നിന്നെ ബലിയറുക്കുവാനായി അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ടെന്ന് പറയുമ്പോൾ ആ പിഞ്ചുമോൻ, ഇന്ന് നമ്മുടെ മക്കളോടത് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇന്ന് നമ്മുടെ മക്കളോടത് പറഞ്ഞാൽ വാപ്പക്ക് എന്താണ്? വാപ്പ അതിന് വേറെ ഏതോ ലോകത്താണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ വാപ്പ ഈ ലോകത്തല്ല ജീവിക്കുന്നത് എന്ന് പറയും. എന്നാൽ ആ പ്രിയപ്പെട്ട മകൻ തന്റെ വാപ്പയോട് എന്താ പറഞ്ഞതെന്നറിയുമോ? ആ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചരിത്രം സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, യാ ബുനയ്യ, അല്ലയോ എന്റെ പൊന്നുമോനെ. വാത്സല്യത്തോടെ തന്റെ മോനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ഇന്നി അറാ ഫിൽ മനാബി ഹബാഗഹ, നിന്നെ ഞാൻ ബലിയർക്കാനായി അള്ളാഹു നിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉബഹിയത്തിറക്കാൻ അള്ളാഹുവിനോട് കൽപ്പിച്ചിരിക്കുന്നുവെന്ന് തന്റെ മകനോട് പറയുകയാണ്. ആ സമയത്ത് ഫന്ദുർ മാതാത്തറ, അള്ളാഹുവിനോട് പറയുകയാണ്, അതുകൊണ്ട് മോനെ, നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ ചെറിയ മകനാകുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ വാപ്പയോട് പറയുകയാണ്, യാ ബുനയ്യ, എന്റെ പൊന്നു വാപ്പച്ചി, എന്റെ പൊന്നു വാപ്പച്ചി, ഇഫ്അൽ യാ അബത്തി, അങ്ങ് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. ഇഫ്അൽ മാ തമറൂ, അല്ലാഹു താങ്കളോട് എന്താണോ കൽപ്പിച്ചത് അത് ചെയ്തോ എന്ന് ആ മകൻ തന്റെ വാപ്പച്ചിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഇന്നത്തെ കാലം എന്നെടുത്ത് നോക്കൂ. നമ്മുടെ മക്കളോട് നമ്മളൊന്ന് പറഞ്ഞു നോക്കിയാലോ, ഇയാൾക്ക് ഭ്രാന്താണ്, അല്ലെങ്കിൽ ഇയാളെ വല്ല മെന്റൽ ആശുപത്രിയിലും കൊണ്ടാക്കാൻ പറയും, അല്ലേ? അങ്ങനെയല്ലേ ഇന്നത്തെ കാലഘട്ടത്തിലെ മക്കൾ വളർന്നു വരുന്നത്? ന്യൂ ജനറേഷൻ കാലഘട്ടമാണ്. ഇന്നത്തെ മക്കളോട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റുകയില്ല. ഈ വാപ്പ പഴഞ്ചൻ കാലഘട്ടത്തിന്റെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ നിസ്സാരവൽക്കരിച്ചു കൊണ്ടുപോകും. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. ചിലപ്പോൾ അതെടുത്ത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ആ പൊന്നുമോൻ വാപ്പയോട് പറഞ്ഞത്, വാപ്പച്ചി, നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തോളുക, അള്ളാഹുവിന്റെ തീരുമാനം അതാണെങ്കിൽ ഞാനതിൽ തൃപ്തിപ്പെട്ടോ, എനിക്കത് പൊരുത്തമാണെന്നാണ് ആ പൊന്നുമോൻ പറഞ്ഞത്. അങ്ങനെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകനെയും വിളിച്ചുകൊണ്ട് അറുക്കാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് വേദനാജനകമായ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. തന്റെ മകൻ വാപ്പയോട് പറയാണ്, വാപ്പച്ചി, എന്റെ ഡ്രസ്സുകളൊക്കെ എടുത്തുകൊണ്ട് ഊരി മാറ്റണം, അതിൽ രക്തം വീണിട്ട് എന്റെ ഉമ്മച്ചി അത് കണ്ടു കഴിഞ്ഞാൽ അവർക്കത് വിഷമം വരും. അതുകൊണ്ട് എന്റെ പൊന്നു വാപ്പച്ചി, നിങ്ങൾ എന്റെ കഴുത്തിലേക്ക് കത്തി വെക്കുമ്പോൾ അതിന് ശരിക്കൊന്ന് മൂർച്ച കൂട്ടണേ, എന്റെ കൈകാലുകളൊന്ന് കെട്ടണേ എന്നൊക്കെ ചെറിയ മകൻ വാപ്പയോട് പറയുന്നു. അതിന്റെ അനുസ്മരണമായിട്ടാണ് നമ്മൾ ഉളുഹിയത്തെറുക്കുമ്പോൾ കാലുകൾ കെട്ടുന്നതും അതുപോലെ കത്തിക്ക് മൂർച്ച കൂട്ടുന്നതുമൊക്കെ. അങ്ങനെ തന്റെ മകൻ, വാപ്പച്ചി, എന്റെ മുഖത്തേക്ക് വാപ്പച്ചി നോക്കരുത്, എന്റെ മുഖം തിരിച്ചു കിടത്തണേ, കിബിലയിലേക്ക് തിരിച്ചു കിടത്തണേ, എന്റെ ഉമ്മച്ചിക്ക് എന്റെ രക്തം എന്റെ ഡ്രസ്സിലാകരുത്, അതെന്റെ ഉമ്മച്ചി കണ്ടാൽ അവർക്ക് വളരെയധികം പ്രയാസമുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ആ പൊന്നുമോൻ വാപ്പയോട് പറയുന്ന ചരിത്രമൊക്കെ അതിവിശാലമാണ്, നൊമ്പരപ്പെടുത്തുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പിഞ്ചു മകന്റെ കഴുത്തിലേക്ക് കത്തിയെടുത്ത് വെക്കുന്ന സമയത്ത് 3 പ്രാവശ്യവും അറുത്തപ്പോഴും അറുക്കാൻ കഴിയുന്നില്ല. അപ്പോഴതാ അല്ലാഹുവിന്റെ സന്നിധിയിൽ നിന്ന് മഹാനായ മലക്കുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ്. സ്വർഗത്തിൽ നിന്ന് ആടിനെയും കൊണ്ടാണ് വരുന്നത്.
എന്നിട്ട് പറയുകയാണ്, അല്ലാഹു നിങ്ങളുടെ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ആടിനെ കൊടുക്കുകയാണ്. അതിന്റെ അനുസ്മരണമായിട്ടാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ ബലിപെരുന്നാൾ ദിവസം നമ്മുടെ നിസ്കാരവും ഖുതുബയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉളുഹിയ്യത്ത് അറുക്കുന്നത്. ആ ഒരു ഓർമ്മ പുതുക്കലിന് വേണ്ടിയാണ് നമ്മൾ ഉളുഹിയ്യത്ത് അറുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ എല്ലാവരും ഉളുഹിയ്യത്തിൽ പങ്കാളികളാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആ ഉളുഹിയ്യത്ത് അറുക്കാത്ത ആളുകൾ പെരുന്നാൾ നമസ്കാരത്തിന് എന്റെ പള്ളിയിലേക്ക് വരണ്ട എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പിന്നെയും ഹബീബ് തങ്ങൾ പഠിപ്പിച്ചത്, ആ ഉളുഹിയ്യത്ത് അറുക്കാത്തവൻ യഹൂദിയോ നസ്രാനിയോ ആയിട്ട് ചത്തുപോകട്ടെ എന്നാണ് പറഞ്ഞത്. അല്ലാഹു അതിൽ നിന്നൊക്കെ നമ്മളെ കാക്കുമാറാവട്ടെ. സാമ്പത്തിക ശേഷിയുള്ളവരെല്ലാം ആ ഉളുഹിയ്യത്ത് കർമ്മത്തിൽ പങ്കാളികളാവണം. കഴിയുന്നവർ ഒരു ആടിനെങ്കിലും, നമുക്ക് ഇനിയും സമയമുണ്ട്, അയ്യാമത്ത് ശരീക്കിന്റെ അസർ വരെ അതിന്റെ ടൈമാണ്. മുഅ്മിനീങ്ങളെ, നമ്മൾ അതിലെല്ലാം ഭാഗവാക്കാകണം. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ചരിത്രം സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലയോ സഹാബ, അന്നങ്ങാണം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനാകുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ കഴുത്തിന് ഇങ്ങനെ കത്തിവെക്കുന്ന സമയത്ത് ആ പൊന്നുമോന്റെ കഴുത്തങ്ങാണം മുറിച്ചിരുന്നെങ്കിൽ, യാ സഹാബ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ ഇനി വരാനുള്ള ഓരോ സമൂഹത്തിലെയും തന്റെ മാതാപിതാക്കൾ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനെ ബലി നൽകാൻ വേണ്ടി അല്ലാഹു അതൊരു നിയമമാക്കുമായിരുന്നു. നമ്മളൊക്കെ അങ്ങനെ ചെയ്യുമോ പ്രിയപ്പെട്ടവരെ? അതാണ് അവിടുത്തെ ഈമാനിന്റെ ശക്തി. 1,24,000 പ്രവാചകന്മാര് ഈ ഇസ്ലാമിക പ്രബോധനവുമായി കടന്നു വന്നിട്ടുണ്ട്. അതിൽ 5 പ്രവാചകന്മാരാണ് ഉലുൽ അസ്മുകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകനാണ് നബിയുല്ലാഹി ഖലീൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബിയുടെ ചര്യയാണ് മില്ലത്ത് ഇബ്രാഹിം. അതാണ് നമ്മുടെ പരിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞത്, വത്തബിഅ മില്ലത്ത് ഇബ്രാഹിം ഹനീഫ. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചര്യ, ആ ചര്യയെ നിങ്ങൾ പിൻപറ്റണേ എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്നെ അള്ളാഹു കൽപ്പിക്കുകയാണ്. അതുകൊണ്ടല്ലേ നമ്മൾ 5 വഖത്ത് നമസ്കാരത്തിൽ ഇബ്രാഹിമെ ആ സലാത്ത് ചെല്ലുന്ന സമയത്ത് 5 തവണയാണ് ആ പ്രവാചകന്റെ പേര് നമ്മൾ പറയുന്നത്. ആ ഇബ്രാഹിം നബിയുടെ ചര്യയാണ് താടിയും മീശയും ഒക്കെ വെട്ടലും, അതുപോലെ തന്നെ ഗുഹ്യരോമം പഠിക്കലും, അതുപോലെ തന്നെ നമ്മൾ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് നമ്മുടെ മക്കളെ ചെയ്യാറുള്ള ചേലാകർമ്മമൊക്കെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അനുസ്മരിച്ചുകൊണ്ടാണ്. ത്യാഗപൂർവമായിരുന്ന ജീവിതമായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങേണ്ടി വന്നത് പ്രവാചകന്മാരാണ്. അത് കഴിഞ്ഞ് ഔലിയാക്കന്മാർ, അത് കഴിഞ്ഞ് അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളുകളാണ്. അറിയുമല്ലോ നിങ്ങൾക്ക്, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഒരു പൊന്നുമോനെ കിട്ടിയത്. പ്രായമായ സമയത്താണ്, വൃദ്ധൻ, ആ സമയത്താണ് വൃദ്ധനായ, അതായത് വയസ്സ് പ്രായമേറെ കഴിഞ്ഞിട്ടാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു കുഞ്ഞിക്കാല് കാണാൻ സൗഭാഗ്യം ലഭിച്ചത്. ആ മകനെ കൊണ്ടുപോയി അറക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർഡർ കൊടുത്തത്. അള്ളാഹുവിനെ മറ്റെന്തിനേക്കാളും നമ്മൾ വില കൊടുക്കണം. അപ്പോഴാണ് അള്ളാഹുമായി നമുക്ക് കൂടുതൽ അടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പിന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഈദ് നൽകുന്ന സന്ദേശം എന്താണ്? നമ്മളെല്ലാത്തിനേക്കാളും അള്ളാഹുവിന് നമ്മളെല്ലാം സമർപ്പിക്കണം. നമ്മളെല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കണം. അതുപോലെ തന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ബലിപെരുന്നാൾ ദിവസത്തെ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു മാതൃക നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ഒരു ദിവസം അതാ മദീന പള്ളിയിലേക്ക് ഖുത്ബ നിർവഹിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുന്ന സമയത്ത് അതാ ഒരു പിഞ്ചുബാലൻ അതാ വഴിയരികിൽ നിന്ന് കരയുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ ആ ചെറിയ കുട്ടിയുടെ അടുക്കലേക്ക് ചെന്ന് ചോദിച്ചു, മോനെ നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ പിഞ്ചുബാലൻ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലയോ ഹബീബായ നബിയെ, എനിക്ക് വാപ്പയില്ല നബിയെ. എല്ലാ കുട്ടികളും പെരുന്നാൾ ഡ്രസ് എടുത്തുകൊണ്ട് അതാ പള്ളിയിലേക്ക് പോകുന്നു. എനിക്ക് ഭക്ഷണം വാങ്ങിത്തരാൻ എനിക്ക് എന്റെ ഉമ്മയില്ല, വാരിത്തരാൻ എന്റെ ഉമ്മയില്ല. എനിക്ക് വസ്ത്രം വാങ്ങിത്തരാൻ എനിക്ക് എന്റെ വാപ്പയില്ല. എനിക്ക് കളിക്കാൻ എന്റെ സഹോദരിയില്ല, അനുജന്മാരില്ല എന്ന് പറഞ്ഞപ്പോൾ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറിയ ബാലനെ തലയിൽ തലോടിക്കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഓ ആയിഷ, ഇവനെ കുളിപ്പിച്ച് പുതിയ വസ്ത്രം അണിപ്പിച്ചു കൊണ്ടുവരിക എന്ന് പറയുകയും ആ ചെറുപ്പക്കാരന്, ആ ചെറിയ കുട്ടിയെ വിളിച്ചു കൊണ്ടുപോയി കുളിപ്പിച്ച് വലിയ നല്ല ഡ്രസ്സൊക്കെ പുതുവസ്ത്രങ്ങളൊക്കെ അണിയിപ്പിച്ചു വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ആ ചെറിയ കുട്ടിയുടെ കവിളിൽ
നെറ്റിയിൽ ഒരു ചുംബനം കൊടുത്തുകൊണ്ട് പറഞ്ഞു, അല്ലയോ മോനെ, ഇന്നു മുതൽ നിന്റെ വാപ്പ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുഹമ്മദ് ആകുന്ന ഞാനാണ്, നിന്റെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയാണ്, നിന്റെ സഹോദരി ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്, നിന്റെ കൂട്ടുകാർ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഇവരാണെന്ന് പറഞ്ഞുകൊണ്ട് യതീമക്കളെ, ആ ചെറിയ ബാലനെ സന്തോഷിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബലിപെരുന്നാൾ ദിവസം നമ്മുടെയൊക്കെ അടുത്ത് യതീമക്കൾ കാണും. വാപ്പയില്ലാത്തതിന്റെ പേരിൽ പല കുട്ടികളും വിഷമിക്കുന്നുണ്ടാകും. നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് അവരെയാണ്. നമ്മുടെ സ്വന്തം മക്കളുടെ മുമ്പിൽ വെച്ച് അവരെ തലോടാൻ പാടില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പറയാൻ കാരണമെന്നറിയുമോ? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാം. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതായി കാണാം. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തന്റെ മകനാകുന്ന ഏറ്റവും പ്രിയപ്പെട്ട യൂസുഫ് നബിയെ നഷ്ടപ്പെടാൻ കാരണം, യൂസുഫ് നബിയെ ആ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ധാരാളമായി സ്നേഹിച്ചിരുന്നു, ധാരാളമായി പ്രിയം വെച്ചിരുന്നു. ആ സമയത്ത് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫ് നബിക്ക് ഇറച്ചി പാകം ചെയ്തു കൊടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വീട്ടിൽ നിന്നുകൊണ്ട് ഒരു യതീമായ കുട്ടി ഇങ്ങനെ വിതുമ്പിക്കരയുകയാണ്. ആ ഇറച്ചിയുടെ മണം കേട്ടിട്ട് ഉമ്മയോട് പറയുകയാണ്, ഉമ്മ, എനിക്ക് ഇറച്ചി കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോ ആ ഉമ്മ തന്റെ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ, നമുക്കതിനുള്ള ആസ്തിയില്ല, അത് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫിന് വെച്ചു കൊടുക്കുന്ന ആ കറിയാണ്, ഇറച്ചിയുടെ മകനാണെന്ന് പറഞ്ഞ് ആ ചെറിയ കുട്ടി കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി എന്ന് ചരിത്രം കിതാബുകൾ നമുക്ക് കാണാൻ കഴിയും. ആ ചെറിയ കുട്ടിയുടെ മനസ്സ് വിഷമിപ്പിച്ചതിന്റെ ഒരു ചെറിയ കാരണം കൊണ്ടാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വർഷങ്ങളോളം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നഷ്ടപ്പെടാനുള്ള കാരണമെന്ന് മഹാന്മാർ അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചതായി കാണാം. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ ഒരിക്കലും യതീം മക്കളുടെ മുമ്പിൽ വെച്ച് നമ്മൾ താലോലിക്കാൻ പാടില്ല. അവർക്ക് വളരെയധികം വിഷമമുണ്ടാകും. നമ്മൾ ഈ ബലിപെരുന്നാൾ ദിവസം നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുന്നു, നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ യതീം മക്കൾ കാണും, അവർക്ക് നമ്മൾ നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണം, അവർക്ക് നമ്മൾ എന്തെങ്കിലും ഹദിയ കൊടുക്കണം, അവരെ നമ്മൾ സന്തോഷിപ്പിക്കണം. അപ്പോൾ അതൊക്കെ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളിൽ ആരെങ്കിലും യതീമിനെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ, അവരോട് കരുണ കാണിച്ചു കഴിഞ്ഞാൽ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് കരുണ ചെയ്യുമെന്ന് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബലിപെരുന്നാൾ ദിവസം നമ്മൾ കുടുംബ ബന്ധമൊക്കെ ചേർക്കണം. നമ്മളുമായി അകന്നു കഴിയുന്ന ആളുകളുണ്ടാകണം. നമ്മളുമായി അകന്നു കഴിയുന്ന ആളുകൾ, അവരെയൊക്കെ നമ്മൾ വീട്ടിലേക്ക് അടുപ്പിക്കണം. അതെന്താണ്? നമ്മുടെ ദീർഘായുസ് വർദ്ധിക്കാൻ കാരണമാണ്, നമ്മുടെ ഭക്ഷണത്തിലേക്ക് വിശാലതയുണ്ടാകാൻ കാരണമാണ്. അതുപോലെ തന്നെ ഓരോ കഴിഞ്ഞ പെരുന്നാൾ രാവുകളിലൊക്കെ നമ്മുടെ കയ്യും പിടിച്ചുകൊണ്ട് നമ്മുടെ പള്ളിയിലേക്ക് കടന്നു വന്ന നമ്മുടെ വാപ്പിച്ചി, നമ്മുടെ വല്ലിപ്പ വല്യമ്മമാർ, നമ്മുടെ മാമമാർ, പല ആളുകളും ഇന്ന് ഖബറിലാണ്. അവരുടെയൊക്കെ ഖബറിൽ അടുത്ത് പോയി നമ്മളൊന്ന് സിയാറത്ത് ചെയ്യണം. അതൊക്കെ അവർക്ക് വലിയ സന്തോഷമാണ്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ നമ്മൾ ഹദിയ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിന് ശേഷം നമ്മളൊരു ഫാത്തിഹയൊക്കെ ഓതി ഹദിയ ചെയ്യും. ഇൻഷാ അല്ലാഹ് അതിൽ എല്ലാവരും പങ്കെടുക്കണം. അതവർക്ക് ഏറ്റവും സന്തോഷമാണ്. 6 രാവുകളിൽ അവർ നമ്മുടെ വീടിന്റെ പടിവാതിക്കൽ വരുമെന്നാണ്. അതിലൊരു രാവാണ് വലിയ പെരുന്നാൾ രാവിൽ. എന്നിട്ട് പറയും, നിങ്ങൾ ഞങ്ങൾക്ക് സദക്ക കൊണ്ടും ഖുർആൻ കൊണ്ടുമൊക്കെ കരുണ ചെയ്യുന്നവർ പറയുമെന്ന് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഈ വലിയ പെരുന്നാൾ രാവിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അനുസ്മരിക്കുന്നതോടൊപ്പം അവിടുത്തെ ത്യാഗോജ്ജലമായ ജീവിതത്തെ അനുസ്മരിക്കുന്നതോടൊപ്പം ആ ജീവിതത്തിന്റെ സുന്നത്തുകൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കാൻ ശ്രമിക്കണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലില്ലാഹിൽ ഹംദ്.